എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഈ ഒരു NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രോസ്പെക്ടസിൽ 35-ാമത്തെ പേജിൽ പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ലഭിച്ച അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളൊരു ഓപ്ഷൻ വരികയും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതുമാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് വല്ല സ്കോളർഷിപ്പോ മറ്റോ കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസീപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ ആ ഒരു റിസീപ്റ്റ്, അതുപോലെ തന്നെ ബാങ്ക് വഴിയാണ് ചെയ്തതെങ്കിൽ ആ ഒരു ചലാൻ്റെ ഒരു ബാക്കി ഭാഗം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ ആ ഒരു ചലാൻ്റെ ആ ഒരു ബാക്കി ഭാഗം, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസീപ്റ്റാണ് പറയുന്നത്. അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാവുന്നതാണ്. SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഇത് നിങ്ങൾ ഏറ്റവും അവസാനം പഠിച്ചത് എവിടെയാണോ അവിടെ നിന്നും ലഭിക്കുന്ന TCയും സ്വഭാവ സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചതാണെങ്കിൽ ഡിഗ്രിയുടെ ആ ഒരു TCയും അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതായത് കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു CC എന്ന് പറയും, അത് 6 മാസ കാലാവധിക്കുള്ളിൽ ഉള്ളതായിരിക്കണം. അതായത് 6 മാസ കാലാവധി കഴിഞ്ഞത് ആവരുത്. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹൈസ്കൂളിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ ഗസ്റ്റഡ് ഓഫീസേഴ്സ്, അതായത് ഈ ഒരു വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ ഈ ഒരു AO, അതായത് ഈ ഒരു അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ, അതുപോലെ തന്നെ SHO ഇവിടങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അതിൻ്റെ ഫോമാറ്റ് ഈ ഒരു പ്രോസ്പെക്ടസിൽ, അതായത് LBS വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് ലിസ്റ്റാണ് അടുത്തത് വേണ്ടത്. അതായത് +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അടുത്തത് നിങ്ങൾ ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ്. ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ CBSE, ICSE, ISC, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിൽ നിന്നുള്ള യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾ കേരളത്തിന് പുറത്താണ് പഠിച്ചതെങ്കിൽ മാത്രമാണ്, അതായത് കർണാടക ബോർഡിലോ അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡിലോ ഒക്കെ, അതായത് മറ്റ് ബോർഡുകളിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒഴികെയുള്ള മറ്റ് ബോർഡുകളിൽ പഠിച്ചവർക്ക് മാത്രമാണ് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ കേരളത്തിൽ തന്നെയാണ് +2 പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കേരളത്തിന് പുറത്താണ് നിങ്ങൾ, അതായത് ഈ ഒരു തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകത്തിലൊക്കെയാണ് നിങ്ങൾ ഈ ഒരു +2 യോഗ്യത നേടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേരളത്തിലാണ് പഠിച്ചതെങ്കിൽ ആവശ്യമില്ല. അതായത് നിങ്ങളിപ്പോൾ കർണാടകത്തിലൊക്കെയാണ് നിങ്ങളിപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നതെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതേസമയം നിങ്ങൾ കേരളത്തിൽ തന്നെയാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, അതായത് കേരളത്തിൽ തന്നെയാണ് +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് രേഖപ്പെടുത്തുക. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, അതായത് ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ പോയിക്കൊണ്ട് അവിടുത്തെ MBBS ഡോക്ടർ, അതായത് അസിസ്റ്റൻറ്റ് സർജൻ കുറയാതെ ഡോക്ടറുടെ അടുത്ത് പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചില
ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 100 രൂപയോളമൊക്കെ വാങ്ങിക്കാറുണ്ട് എന്നുള്ളത് മുൻ വർഷം വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് സാധാരണഗതിയിൽ അഡ്മിഷൻ ടൈമിൽ നൽകണമെന്ന് പറയാറില്ല. അപ്പോൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വാക്സിനേഷൻ ചെയ്താൽ മതി. കാരണം ചില സ്ഥലത്ത് വാക്സിനേഷൻ ലഭ്യമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാക്സിനേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഡോക്ടറുടെ ലെറ്റർ ഹെഡിൽ, അതായത് ഡോക്ടർ കുറിപ്പ് എഴുതുന്ന ആ ഒരു ലെറ്റർ ഹെഡ്, അതിനാണ് ലെറ്റർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സിഗ്നേച്ചർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തരും. അപ്പോൾ അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷന് പോകാവുന്നതാണ്. കാരണം ഏകദേശം ഒന്നിലധികം ഡോസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം എടുക്കാനായിട്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു ഡോസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അതിൽ ഡോക്ടറുടെ ലെറ്റർ ഹെഡിൽ എഴുതി വാങ്ങിയാൽ മതിയാകും. അതായത് നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോകുന്ന സമയത്ത്, അതായത് ആ ഒരു തയ്യാറാക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അതുകൂടി ചെയ്താൽ മതിയാകും. ഇനി അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് വല്ല ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ഇളവുണ്ട് എങ്കിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള, അതായത് ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു അടുത്തിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട് നൽകിയാൽ മതി. അതായത് നിങ്ങൾ മറ്റുള്ളവരെ റാഗ് ചെയ്യില്ല, അതായത് നിങ്ങളുടെ ജൂനിയറായിട്ട് വരുന്ന വിദ്യാർത്ഥികളെയൊന്നും റാഗ് ചെയ്യില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് ആ ഒരു ഫോം വാങ്ങിക്കുന്നത്. അടുത്തത് നിങ്ങളോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിന്നും എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എക്സ്ട്രാ ആയിട്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റ് കൂടി വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ്. അതായത് SC ST വിഭാഗത്തിലുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SCBC അതായത് OBC ഒക്കെ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് NCC അതുപോലുള്ള മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, അതായത് നിങ്ങൾക്ക് എന്ത് റിസർവേഷനാണോ ഉള്ളത് അതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സുകൾ കൊണ്ടുപോകേണ്ടതാണ്. EWS റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾ, അതായത് EWS റിസർവേഷനിലാണ് സീറ്റ് കിട്ടിയതെങ്കിൽ, അതായത് നിങ്ങൾക്ക് ലഭിച്ച കോട്ട EW ആ ഒരു കോട്ടയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻ്റ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതായത് നിങ്ങൾ SC ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ SCBC അതായത് OBC OEC ഇതുപോലുള്ള വിഭാഗത്തിലുള്ളവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കേരളീയനാണെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾക്കൊന്നുകിൽ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി NRI കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് കൂടി ഇതോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരാണോ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ വിസ എന്നിവയുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ്. അതായത് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അതായത് OCI ഡോക്യുമെൻറ്റ്സ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് സ്പോൺസേഴ്സ്. ദ job of the sponsor should be mentioned in the any above document. അതായത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത്, അതായത് NRI കോട്ടയിലേക്ക് സ്പോൺസർ ചെയ്യുന്നത് ആ ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ വിസയുടെ കോപ്പി എന്നിവ എംബസിയോ അല്ലെങ്കിൽ കോൺസുലേറ്റ് അതോറിറ്റി അറ്റസ്റ്റ് ചെയ്തതോ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്പോൺസറുടെ ജോബ് എന്താണ് എന്ന് തെളിയിക്കാനായിട്ട് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ കോപ്പി കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത്, ദ വിസ ഓഫ് ദ സ്പോൺസർ ഷുഡ് ബി വാലിഡ് ടിൽ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്. അതായത് ഈ ഒരു നിങ്ങളുടെ സ്പോൺസറുടെ വിസ കാലാവധി ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വാലിഡിറ്റി കഴിയാൻ പാടുള്ളതല്ല. അതായത് അതായത് വിസ കാലാവധിയുള്ള ഇതായിരിക്കണം. അതായത് നിങ്ങളുടെ സ്പോൺസറുടെ ആ ഒരു വിസ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ കഴിയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വിസയുടെ കാലാവധി കഴിയാനായിട്ട് പാടില്ല. ഇനി ഇൻ കേസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ സ്പോൺസർഷിപ്പ് ഈസ് നോട്ട് മെൻഷൻ ദ എബോ ഡോക്യുമെൻറ്റ്, ദ കാൻഡിഡേറ്റ് ഹാസ് ടു പ്രൊഡ്യൂസ് ദ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ സ്പോൺസർ അറ്റസ്റ്റഡ് ദ എംബസി ഓർ കോൺസുലേറ്റ് അതോറിറ്റി. അതായത്
നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ, അതായത് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പി എംബസിയോ അല്ലെങ്കിൽ കോൺസുലേറ്റ് അതോറിറ്റിയോ അറ്റസ്റ്റ് ചെയ്തത് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതായത് നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എംബസിയോ അല്ലെങ്കിൽ കോൺസുലേറ്റ് ജനറലോ അറ്റസ്റ്റ് ചെയ്തത് ആയിരിക്കണം. അതുപോലെ തന്നെ ദ സർട്ടിഫിക്കറ്റ് ക്ലിയർലി എസ്റ്റാബ്ലിഷിംഗ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ സ്പോൺസർ, അതായത് നിങ്ങളുമായിട്ട് സ്പോൺസർക്കുള്ള റിലേഷൻഷിപ്പ്, അതായത് എന്താണ് നിങ്ങളുമായിട്ട് ബന്ധം, അതായത് നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ രക്ഷിതാവോ, അതായത് പിതാവോ അല്ലെങ്കിൽ മാതാവോ ആരാണ്, അല്ലെങ്കിൽ കസിനോ അങ്കിളോ അല്ലെങ്കിൽ ആൻറ്റിയോ ആരാണ് എന്ന് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് റവന്യൂ വകുപ്പിൽ നിന്ന്, അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്, അതായത് ഇവിടെ നിങ്ങൾക്ക് എന്താണ് റിലേഷൻഷിപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഹൗവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കാൻഡിഡേറ്റ് ആൻഡ് ഹിസ് ഫാദർ ഓർ മദർ വിച്ച് ആർ റെക്കോർഡഡ് ഇൻ ദ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് മെൻഷൻഡ് ദ യൂഷ്വൽ കോഴ്സ് ഓഫ് ട്രാൻസാക്ഷൻ ബൈ ദ കോമ്പറ്റൻറ്റ് അതോറിറ്റി ഷാൽ ബി ആക്സെപ്റ്റഡ്. അത് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ടതില്ല. അടുത്തതായിട്ട് കാൻഡിഡേറ്റ് ഷാൽ പ്രൊഡ്യൂസ് സോൺ affidavit from the sponsor in a stamp paper worth Rs200. The same shall also notarized by. അപ്പോൾ ആറാമത്തേതായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള പീരീഡിൽ വരുന്ന സ്പെഷ്യൽ ഫീസ്, ട്യൂഷൻ ഫീസ് എന്നിവ നിങ്ങളുടെ സ്പോൺസർ വഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർ നൽകുന്ന, അതായത് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നൽകുന്ന അഫിഡവിറ്റാണ്, അതായത് സമ്മതപത്രമാണ്. അപ്പോൾ ഇത് നോട്ടറൈസ്ഡ് ആയിട്ടുള്ള നോട്ടറി അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ക്ലോസിങ്, അതായത് നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സ്റ്റാമ്പ് പേപ്പറിലുള്ള സമ്മതപത്രമാണ്. അത് വേണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കൃത്യമായിട്ട് ചോദിച്ച് കാര്യം, അതായത് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് NRI കോട്ടയിൽ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഇതിൽ പറഞ്ഞ പ്രകാരം ചില ഡോക്യുമെൻ്റ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ഗുണകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വല്ല ബാലൻസ് ഫീസ് ഉണ്ടെങ്കിൽ ബാലൻസ് ഫീസ് കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. ബാലൻസ് ഫീസ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഏകദേശം 85,000-90,000 രൂപ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് ഫീസ്, അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലുള്ള മറ്റ് ഫീസുകളൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത് എന്നുള്ളത് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ SC ST OEC ഭാഗത്തുള്ള വിദ്യാർത്ഥികളും സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഗവൺമെൻറ് കോളേജിലായാലും സെൽഫ് ഫിനാൻസ് കോളേജിലായാലും നിങ്ങൾക്ക് PTA ഫണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ്, മെസ്സ്, അതുപോലെ തന്നെ യൂണിഫോം, ബുക്ക് ഇതുപോലുള്ളവയുടെ എക്സ്ട്രാ ഫീസുകൾ വരും. അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ പ്രത്യേകിച്ച് ട്യൂഷൻ ഫീസ്, അതായത് എന്തെങ്കിലും ബാലൻസ് ഫീസ് ഉണ്ടെങ്കിൽ ബാലൻസ് ഫീസും PTA ഫണ്ടും മാത്രമാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ സ്റ്റേഷനറി ഫീസ്, ഇതുപോലുള്ള കുറച്ച് എക്സ്ട്രാ ഫീസുകളൊക്കെ വരും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അഡ്മിഷൻ ടൈമിൽ ഹോസ്റ്റൽ ഫീസ് അടക്കണമെന്നത് നിർബന്ധമല്ല. എന്നാൽ ചില കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്നതിന് മുമ്പായിട്ട് വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹോസ്റ്റൽ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് PG, അതായത് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കേണ്ടി വരും. അതായത് പൈസ കൊടുത്ത് താമസിക്കുന്നതിനാണ് പെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 5,000 രൂപയോളം ഒരു മാസം ചിലവ് വരും. അതായത് മാസാമാസം 5,000 രൂപയോളം ഭക്ഷണത്തിനും ഫുഡിനൊക്കെ ആയിട്ട് ചിലവ് വരുന്നതാണ്. ചിലപ്പോൾ ഇതിലും കുറച്ച് കുറവായിരിക്കും പൈസ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യം നിങ്ങൾക്ക് എത്ര രൂപ രീതിയിൽ ഫീസ് വരുമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അഡ്മിഷൻ ടൈമിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ചില കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് കോളേജിൽ കൃത്യമായിട്ട് പറയും ഹോസ്റ്റൽ സൗകര്യമില്ല, പുറത്ത് എത്ര ഫീസ് ആകുമെന്നുള്ളത് അറിയില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പുറത്ത് കാര്യത്തിനെക്കുറിച്ച്, അതായത് കോളേജിന് പുറത്ത് അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഹോസ്റ്റൽ ഫീസ് ഇനത്തിൽ ഏകദേശം 2500 അല്ലെങ്കിൽ 1200 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കോളേജിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് വല്ല ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഫീസോ മറ്റു കാര്യങ്ങളോ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഫീസ് നിങ്ങൾക്ക്, അതായത് ഗവൺമെൻറ് കോളേജിൽ പ്രത്യേകിച്ച് ഈ ഒരു ട്യൂഷൻ ഫീസ് ഇല്ല, കാരണം PTA ഫണ്ടോ മറ്റു കാര്യങ്ങളോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ മുഴുവൻ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഗഡുക്കളായിട്ട് അടക്കാൻ പറ്റുമോ, ക്ലാസ് തുടങ്ങുന്ന സമയത്തേക്ക് അടക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അടക്കാൻ പറ്റില്ല. അഡ്മിഷൻ ടൈമിൽ തന്നെ എല്ലാ കോളേജും ഈ ഒരു ഫീസ് മുഴുവനായിട്ട് ചോദിക്കാറുണ്ട്. ഗഡുക്കളായിട്ട് ഈ ഒരു അടക്കാനായിട്ടുള്ള അവസരം കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെപ്റ്റംബർ 6 വരെയാണ് നിലവിൽ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതായത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണ് കിട്ടിയത്, കോഴ്സാണ് കിട്ടിയതെങ്കിൽ ആ ഒരു കോളേജുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എല്ലാ കോളേജുകളും ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അത് കൊടുക്കണം എന്നുള്ളത് കോളേജിൽ നിർബന്ധമുള്ള ഒരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സീറ്റുകളിലേക്ക് നടത്തുന്ന അലോട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. അതായത് ഇഷ്ടമില്ലാത്ത കോളേജോ കോഴ്സോ കിട്ടിയത് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം തീരുമാനിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.